വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പോളിംഗ് ശതമാനം ഉയരുമോ കുറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 70.17% ആയിരുന്നു പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ അത് UDF-ന് അനുകൂലമായിരിക്കുമെന്നൊരു ട്രെൻഡുണ്ട്. അറിയില്ല ഇത്തവണ അത് എങ്ങനെ പ്രതിഫലിക്കും. സാദിഖ് അലി തങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് കയറുന്നു. അതായത് സംസ്ഥാനത്തെ ആദ്യ വോട്ടർമാരിൽ ഒരാളായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നേതാക്കൾ പലരും ക്യൂവിലുണ്ട്. എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്യുന്ന ആദ്യത്തെ നേതാവ് ഒരുപക്ഷെ സാദിഖ് അലി തങ്ങളായിരിക്കും എന്ന് തോന്നുന്നു. വോട്ട് ആരംഭിച്ചിരിക്കുന്നു, അതായത് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സാദിഖ് അലി തങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ പോളിംഗ് ബൂത്തിൽ കാത്തു നിൽക്കുന്നു. നിരവധി ഇടങ്ങളിൽ സ്ഥാനാർത്ഥികൾ അടക്കമുള്ളതാണ്. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി വോട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നമ്മൾ ആ ചിഹ്നത്തിൽ വോട്ട് അമർത്തുന്നതോടുകൂടി നമ്മൾ ആ പ്രക്രിയ പൂർത്തിയാക്കുന്നു. സാദിഖ് അലി തങ്ങൾ മാത്രമല്ല, ലീഗിലെ നേതാക്കളൊക്കെ വോട്ട് ചെയ്തു. സാദിഖ് അലി തങ്ങൾ VVPAT കൂടി നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സമദാനി വോട്ട് ചെയ്തു. ഇപ്പോൾ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികൾ വോട്ടവകാശം വിനിയോഗിച്ച ശേഷം സാദിഖ് അലി തങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും വോട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആ വോട്ട് ചെയ്യുന്ന പ്രക്രിയയിലാണ്. അദ്ദേഹം രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു. ഇനിയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടത്. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമാകെ തന്നെയും ഇപ്പോൾ പോളിംഗ് ബൂത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഇവരെല്ലാം പുറത്തേക്ക് വന്ന് സൗണ്ട് ബൈറ്റ് തരും. അപ്പോൾ നമുക്ക് ഒന്നിച്ചെല്ലാം കാണിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് ക്രമീകരിച്ച് നൽകേണ്ടി വരും. ഏതായാലും പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പാലക്കാട്ടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തെത്തിയിരിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം കയ്യിൽ മഷി പുരട്ടിയത് വോട്ടർമാരെ കാണിക്കുകയാണ്. എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത് കാണിക്കുന്നത്. അതായത് കൈവിരലിലെ മഷി കാണിക്കുന്നത് അതൊരു വലിയ തരംഗമായി ഇന്ന് മാറട്ടെ. PK കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യാൻ വരുന്നു. എളമരം കരീമും വോട്ട് രേഖപ്പെടുത്തിയെന്നുള്ള വിവരം ലഭിക്കുകയാണ്. നേതാക്കൾ, സ്ഥാനാർത്ഥികളൊക്കെ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. പാണക്കാട്ടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ സ്മൃതിയെ പാണക്കാട്ടെ ബൂത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. മുനവർ അലി അടക്കമുള്ളവർ ഇതിനകം തന്നെ ബൂത്തിലെത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബൂത്തിലെത്തിയിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മഷി പുരണ്ടത് മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പ്രതികരണം ഉടൻ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് അഷ്കറിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകുന്നു. അഷ്കർ, ഇപ്പോൾ പാണക്കാട് കുടുംബം, നേതാക്കൾ ഒക്കെ വോട്ട് ചെയ്യാനെത്തിയതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. എല്ലാവരും ഒരേ ബൂത്തിലാണോ? സ്മൃതി, പാണക്കാടുള്ള CKMM ALP സ്കൂളിലെ 98, 100 ഈ 2 ബൂത്തുകളിലായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. ആ 100ാം ബൂത്തിലെ ആദ്യ വോട്ടറായിക്കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത്. തൊട്ട് പിന്നാലെ തന്നെ 100ാം നമ്പർ ബൂത്തിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേ ബൂത്തിൽ തന്നെയാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് കുടുംബാംഗം ബഷീർ അലി ശിഹാബങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പാണക്കാട് കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഇതേ ബൂത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ വലിയ നീണ്ട നിരയും രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ വോട്ടർമാരുടെ ഒരു സാന്നിധ്യവും ഈ 3 ബൂത്തുകളിലും, ഈ പാണക്കാട് ALP സ്കൂളിൽ 3 ബൂത്തുകളാണുള്ളത്. ഈ ബൂത്തുകളിൽ സ്ത്രീകളുടെ അടക്കം വലിയ ഒരു വരി ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ശക്തമായൊരു വോട്ടിംഗ് പാറ്റേൺ കാണാവുന്ന രീതിയിൽ തന്നെ വലിയ രൂപപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബുകളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതൃത്വം മാധ്യമങ്ങളെ കണ്ട് പ്രതികരണം വ്യക്തമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ